ചില റെസിപ്പീസൊക്കെ കാണുമ്പോഴേ ഇന്നത് ഉണ്ടാക്കിയിട്ട് എന്നുള്ള കാര്യമൊക്കെ വിചാരിച്ചിറങ്ങൂലേ. അപ്പോൾ ഉണ്ടാക്കാൻ പോണ സമയത്താണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ പോയി നമ്മൾ മൂടും. ഇനിയിപ്പോൾ സാമഗ്രികളൊക്കെ ഉണ്ടാവുന്ന സമയത്താണെങ്കിലോ നമുക്കറ്റ മൂടും ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടണ്ടല്ലേ. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ അതില്ലേന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു അതില്ല മകളെ, അതിന് ക്ഷാമാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ നമ്മുടെ നാളികേരേ അതില്ലാതെ എന്താടല്ലേ. പിന്നെ അട ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. സാരമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പഴമൊഴി അല്ലേ. അപ്പോൾ നമ്മൾ പായം കൊണ്ട് ഒരു അട ഉണ്ടാക്കാൻ വിചാരിച്ചത്. നാളികേരം ഇല്ലാതും ഉണ്ടാക്കാം എന്ന് ഞാൻ തെളിയിച്ചു. സംഭവം കൊള്ളാട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി, അതുപോലെ പുഴുങ്ങിയ പഴം, പിന്നെ നമ്മൾ ശർക്കര നീരും നെയ്യും. ഇനി നമ്മൾ നാളികേരമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാം. പിന്നെ നാളികേരം കൊത്തി വറുത്തത് നെയ്യിൽ വഴറ്റിയെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നാളികേരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതാഞ്ഞത്. എന്നിട്ട് നല്ലോണം കുഴച്ചിട്ട് ഇതേപോലെ വാഴൻ്റെ ഇലയിൽ ആക്കിയിട്ട് സ്റ്റീം ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് തണുത്തതിന് ശേഷം മാത്രം തുറന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. സംഭവം നാളികേരമില്ലാതെ ചെറിയ കുറവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.